വരാനുള്ള സമയത്ത്, അതായത് നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഈ പറയുന്ന വീഡിയോയുടെ കണ്ടൻ്റ് ആയിരിക്കും ലോകം ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നതും, അതായത് ഗ്ലോബലായിട്ട് ഡീസ്റ്റെബിലൈസ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ് ഇത് പറയുന്നത്. അത് മനസ്സിലാക്കുക, ലോകം മുഴുവനും ഡീസ്റ്റെബിലൈസ് ചെയ്യാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അമേരിക്കയുടെ ഇസ്രായേലി അംബാസഡർ മൈക്ക് ഹക്കബെ, അദ്ദേഹം ഏകദേശം ട്രംപ് അഡ്മിനിസ്ട്രേഷൻ്റെ 1 വർഷം കഴിയുമ്പോൾ അമേരിക്കയിലും ലോകത്തെയും അറിയപ്പെടുന്ന റൈറ്റ് വിങ് കൺസർവേറ്റീവ് ജേർണലിസ്റ്റായ കാൾസൺ ടക്കർ, അത് വളരെ പോപ്പുലർ ജേർണലിസ്റ്റാണ് റൈറ്റ് വിങ്ങിനിടയ്ക്ക്. അതിനേക്കാൾ ഉപരിയായിട്ട് കൺസർവേറ്റീവാണ്. ഇയാളൊരു വലിയ ദൈവവിശ്വാസി കൂടിയാണ്, അതായത് പെന്തക്കോസ്റ്റ് വിശ്വാസി കൂടിയാണ് ഈ പറയുന്ന കാൾസൺ ടക്കർ. അയാളെ വിളിച്ചു വരുത്തുന്നു ഇസ്രായേലിലോട്ട്. വിളിച്ചു വരുത്തിയിട്ട് ഇസ്രായേലി ടെല്ലവീവ് എയർപോർട്ടിനകത്ത് ഡിപ്ലോമാറ്റിക് ലോഞ്ചിൽ വെച്ച് ഇൻ്റർവ്യൂ കൊടുക്കുകയാണ്. മനസ്സിലാക്കുക, നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ആരാണ് ഈ മൈക്ക് ഹക്കാബെ. മൈക്ക് ഹക്കാബെ എന്ന് പറയുന്നത് പ്രസിഡന്റ് ട്രംപിൻ്റെ അത്രയും സീനിയോറിറ്റി ഉള്ള റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഒരു ലീഡർ. അത്ര സീനിയോറിറ്റി ഉണ്ട്. അതേപോലെ തന്നെ അയാൾ 2 പ്രാവശ്യം അമേരിക്കൻ പ്രസിഡന്റ് പ്രൈമറിയിൽ വന്നയാൾ കാൻഡിഡേറ്റ് കൂടിയാണ്. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് അമേരിക്കയിലെ സദേൺ ബാപ്റ്റിസ്റ്റ് ചർച്ച്, അതിൻ്റെ പാസ്റ്റർ കൂടിയായിരുന്നു. ആർക്കനാസ് എന്ന് പറഞ്ഞ അതിൻ്റെ പല ചർച്ചുകളുടെയും സീനിയർ പാസ്റ്റർ ആയിരുന്നു. അപ്പം ഞാൻ ഈ സദേൺ ബാപ്റ്റിസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, അമേരിക്കയിൽ പ്രധാനമായിട്ട് 2 ഉള്ളത്, പ്രൊട്ടസ്റ്റന്റിലുള്ള ബാപ്റ്റിസ്റ്റും സദേൺ ബാപ്റ്റിസ്റ്റുമാണ്. ഇത് സദേൺ ബാപ്റ്റിസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ പെന്തക്കോസ്റ്റ് എന്ന് പറയുന്ന സംഭവമാണ്. അപ്പം ചില ആൾക്കാരൊക്കെ എന്നോട് ഇതിൻ്റെ അടി കമൻറ്റ് ചെയ്യാറുണ്ട്, ഞാൻ പെന്തക്കോസുകാരനാണ്. ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ ദൈവവിശ്വാസിയാണ്, ക്രൈസ്റ്റ് ഫോളോവറാണ്, എനിക്ക് സഭയില്ല. അതാണ് എൻ്റെ കാര്യം. ഞാൻ ഏത് ചർച്ചിലും പോകും. എനിക്ക് ഹിന്ദുക്കളുടെ അമ്പലത്തിൽ പോകാൻ കുഴപ്പമില്ല, മുസ്ലിങ്ങളുടെ ഇതിൽ പോകാനും കുഴപ്പമില്ല. എനിക്ക് ഒരു ചർച്ചില്ല. ചർച്ചെന്ന് പറയുന്നത് എല്ലായിടത്തും എൻ്റെ ചർച്ചായിട്ടാണ് ഞാൻ നോക്കുന്നത്.